ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു വെറൈറ്റി കറി ഉണ്ടാക്കാം കേട്ടോ. വെറൈറ്റി കറി എന്ന് പറഞ്ഞാൽ നമുക്ക് നൊയമ്പ് കാലത്തൊക്കെ കഴിക്കുന്ന ഒരു തമിഴ്നാട്ടിലൊരു കറിയാണ്. പക്ഷേ അത് വെറൈറ്റി കറിയാണ് കേട്ടോ. അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കട്ടെ. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമ്മളിതിൽ താളിക്കണത് പെരിഞ്ജീരകമാണ് കേട്ടോ. കുറച്ച് പെരിഞ്ജീരകം അത് പൊട്ടുമ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ടിട്ട് അടുത്തത് ഇടാം. അടുത്തത് നമുക്ക് സബോള ഇടാം കേട്ടോ. പെരിഞ്ജീരകം നല്ല പൊട്ടിയിട്ടുണ്ട്. ഈ കറിയുടെ പേര് പരിപ്പുരുണ്ടൊക്കെ കുളമ്പ്, തമിഴിൽ കറി. കുളമ്പ് എന്ന് പറഞ്ഞാൽ കറി. പരിപ്പോടെ ഉണ്ടാക്കണമാതിരി പരിപ്പ് അരച്ചിട്ട് അതിൽ സാധനങ്ങളൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുന്ന ഒരു കറി തന്നെയാണ് പരിപ്പുരുണ്ടക്കറി എന്ന് പറയും. ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ അവിടെ ഒന്നും ആരും ഇത് ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. തമിഴ്നാട്ടുകാരുണ്ടെങ്കിൽ അവരുണ്ടാക്കിയിട്ടുണ്ട്. വെറൈറ്റി കറികളാണ് ഇപ്പോൾ ഞാൻ ഇന്നും ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ കൂടെ കുറച്ച് ഇഞ്ചി ഇടാം, വെളുത്തുള്ളി ഇടുന്നവർക്ക് ഇടാം, ഞാൻ ഇടുന്നില്ല. കുറച്ച് പച്ചമുളക് ഇടാം, കുറച്ച് കറിവേപ്പില ഇടാം. വഴന്ന പിറക് നമുക്ക് പൊടികൾ ഓരോന്നായിട്ട് ഇടാം. എന്നിട്ട് നമുക്ക് എല്ലാം വറുത്തിട്ട് വേണം തക്കാളി ഇടാം. തക്കാളി ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോഴാണ് നല്ല മണം വരുന്നത്. ആ സോമ്പിൻ്റെ ഒക്കെ മണം, പെരിഞ്ജീരകത്തിൻ്റെ സോമ്പ് എന്ന് പറഞ്ഞാൽ പെരിഞ്ജീരകം. ഇവിടെയുള്ളവർക്കൊക്കെ അറിയാൻ തോന്നുന്നുണ്ട്, കുറേ പേർക്കൊക്കെ അറിയാം. ഇത് വഴന്ന് വരുമ്പോഴേക്കും നമുക്കിവിടെ ഈ വടയ്ക്ക് വേണ്ട സാധനങ്ങളൊക്കെ ചേർക്കാം കേട്ടോ. സബോള ചേർക്കാം, ഇഞ്ചി ചേർക്കാം, പച്ചമുളക് ചേർക്കാം, കറിവേപ്പില ചേർക്കാം. ഇപ്പോൾ നമ്മുടെ സബോളയും ഇഞ്ചിയും ഇതൊക്കെ നല്ല വഴന്ന് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് മല്ലിപ്പൊടി മുളക് പൊടി വേണമെങ്കിൽ ഇടാം. ഞാൻ ചിക്കൻ മസാല ഇടണം കേട്ടോ. എനിക്കൊരു ചിക്കൻ്റെ ടേസ്റ്റ് കിട്ടാൻ. വെള്ളിയാഴ്ചയാണല്ലോ, നമുക്ക് നോൺ വെജ് കഴിക്കാൻ പാടില്ല. അപ്പോൾ നല്ല നോൺ വെജിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവും ഈ കറിക്ക്. ഇതിൽ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി അങ്ങനെ ഇടാം. ചിക്കൻ മസാലയിൽ പിന്നെ എല്ലാം കൂടി വന്നതല്ലേ, ഇത്തിരി കൂടി ഇടാം. പിന്നെ ഇത്തിരി തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട്, അതും ഇടാം. ഇത് വഴന്ന പിറക് നമുക്ക് ഈ തക്കാളി ഒഴിക്കണം. ഇപ്പോൾ തക്കാളിയും ഇതൊക്കെ ഒന്ന് വഴഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ നല്ല ഇറച്ചിക്കറിയുടെ മണം, നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും ഈ കറി. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം കേട്ടോ. തിളച്ച വെള്ളമാണ്, തിളപ്പിച്ച ആറിയ വെള്ളമാണ് ഒഴിച്ചത് കേട്ടോ. ഉപ്പ് ലാസ്റ്റ് നോക്കിയിട്ട് ഇടാം കേട്ടോ നമുക്ക്. കാരണം നമ്മൾ പരിപ്പിലൊക്കെ നല്ല ഉപ്പിട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ വട ഉണ്ടാക്കണ മാതിരി പരിപ്പ് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. തേങ്ങ ഇവിടെ അരച്ച് വെച്ചിട്ടുണ്ട്. ഒരു കുരു പുളി ഇട്ടിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. ഒരു ലൈറ്റൊരു പുളി ഉണ്ടാവണം, നല്ലതാണ്. നമുക്ക് ഈ തേങ്ങയും കൂടി ഇതിലേക്ക് ഇടാം കേട്ടോ. ഇപ്പം എല്ലാം മിക്സ് ചെയ്ത് നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് തിളയ്ക്കുമ്പോഴേക്കും നമുക്കിവിടെ ഈ വടയുടെ മിക്സ് ഉണ്ടല്ലോ, ഇത് നമുക്ക് ഉരുട്ടി വെക്കാം കേട്ടോ.
നല്ല ഉരുട്ടി വയ്ക്കാം. കുറച്ച് നമുക്ക് വട ഉണ്ടാക്കാനും വയ്ക്കാം. ഉരുണ്ടയായിട്ടേ. അതാണ് ഈ കറിയുടെ പേര്, പരിപ്പ് ഉരുണ്ടക്കറി. അത് നല്ല തിളയ്ക്കുമ്പോൾ നമ്മൾ അതിലേക്ക് ഇടണം. ഇപ്പം മുട്ട വേണമെന്നുള്ളവരാണെങ്കിൽ ഇപ്പം മുട്ട ഇട്ടാലും നല്ല ടേസ്റ്റായിരിക്കും. കാരണം കറി നല്ല ഇറച്ചിക്കറിയുടെ ടേസ്റ്റാണ്. നമ്മൾ ചിക്കൻ മസാലയും സബോള ഇഞ്ചിയും പച്ചമുളകൊക്കെ ഇട്ട കാരണം ഒരു വെറൈറ്റി കറിയാവട്ടെ. അത് നിങ്ങളുടെ തമിഴ്നാട്ടിലൊക്കെ എപ്പോഴും എല്ലാവരും ചെയ്യുന്നൊരു, വിരുന്നുകാരൊക്കെ വരുമ്പോൾ ചെയ്യുന്നൊരു കറിയാണ്. എന്നിട്ട് 2 പരിപ്പ് വടയും വറക്കും, ഒരു രസം ഉണ്ടാക്കും, ഒരു മോരുണ്ടാക്കും, ഒരു പപ്പടം വറക്കും. അപ്പോൾ എല്ലാതുമായി. മീനുള്ള ദിവസമാണെങ്കിൽ മീൻ വറക്കും. എൻ്റെ വീട്ടിലാർക്കും ഇത് എൻ്റെ മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കണം എന്ന് പറയും. ചേട്ടനത് ഇഷ്ടമല്ല. അത് കാരണം ഞാൻ അധികം ഉണ്ടാക്കാറില്ല. ഇവിടെ കറി നല്ല തിളയ്ക്കാൻ തുടങ്ങി. ഒന്നും കൂടി തിളയ്ക്കുമ്പോൾ നമുക്ക് ഇതിടാം. ഇപ്പം നമ്മുടെ കറി നല്ല തിളച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇത്തിരി ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് കറിയിലേക്ക് വേണ്ട ഉപ്പിട്ടുണ്ട്. കുറച്ചിട്ടിട്ടുള്ളൂ. ഇപ്പോൾ പരിപ്പിൽ ഉപ്പിട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ ഉരുണ്ടകളുണ്ടല്ലോ, ഇങ്ങനെ പൊട്ടാണ്ട് പരിപ്പ് വെള്ളമില്ലാണ്ട് അരച്ചതാട്ട. ഇങ്ങനെ ഇടുക. ഒന്നിട്ടു. ബാക്കി പരിപ്പ് നമുക്ക് വട ഉണ്ടാക്കാം. 2 ഇട്ടു. നോക്കി ഒന്നുമ്പോൾ തൊടാണ്ട് 3 ഇട്ടു. ഉടയല്ലെങ്കിൽ ഒന്ന് ഡിസ്റ്റർബ് ചെയ്യരുത് കുറച്ച് നേരം. 4 ഇട്ടു. 5 ഇട്ടു. നമ്മുടെ 7ാമത്തെ ഉരുണ്ടയും. ഉരുണ്ടെന്ന് പറഞ്ഞാൽ ഈ സാധനത്തിന് ഉരുണ്ടെന്ന് പറയും. ഉണ്ടാന്ന് പറയും നമ്മൾ. ഒരു ഉരുണ്ടെന്ന് പറയും എല്ലാം ഇട്ട്. അപ്പോൾ 7 ഉരുണ്ട ഇട്ടു കേട്ടോ. ഇനി അതൊന്ന് വേവണം. ഈ തിളച്ച കറിയിൽ കിടന്നിട്ട് ഒന്ന് വെന്ത് കിട്ടിയാൽ നല്ല കല്ല് മാതിരി ഉറക്കും. ഇത്രയേ ഉള്ളൂ ഈ കറിയുടെ പണി. എല്ലാം എളുപ്പത്തിൽ ചെയ്യുന്ന കറികൾ. നമ്മൾക്ക് സാധനങ്ങൾ അരിയണത് മാത്രമാണ് കുറച്ച് പണി. നമുക്കതിൽ ഇത്തിരി ബാക്കി പരിപ്പെടുത്തിട്ട് വടയുണ്ടാക്കാം. 4 മണിക്ക് വടയുണ്ടാക്കാം. അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് കുത്തി ഇളക്കിയാൽ ഇത് പൊട്ടും. കണ്ട, ഇതാണ് നമ്മുടെ പരിപ്പ് ഉരുണ്ടാക്കറി. ഒന്ന് ചൂടാറിയിട്ട് വേണം എടുക്കണേ. അതങ്ങടെ കുത്തി ഇളക്കാൻ പറ്റില്ലേ. അവസാനം നമുക്ക് 2 കറിവേപ്പില ഇട്ടിട്ട് വേണമെന്നുള്ളവർ തുള്ളി വെളിച്ചെണ്ണ, നെയ്യോ വെളിച്ചെണ്ണ എന്ത് വേണമില്ല ആകാട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഒരു വെറൈറ്റി കറി, പരിപ്പ് ഉരുണ്ടക്കുളമ്പ്. കറിയെന്നേ വരില്ല എനിക്ക് വായാൽ. അപ്പോൾ എല്ലാവരും അതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഭയങ്കര ടേസ്റ്റുള്ളൊരു കറിയാണ്. ആ പരിപ്പുണ്ടല്ലോ, പരിപ്പ് വടയുടെ ടേസ്റ്റ് ഉണ്ടാവും. അത് നമുക്ക് തൊട്ട് ചോറിനാം. ലാസ്റ്റ് ഒരു രസമോ ഒരു മോരോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ ഓക്കെ കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് കഴിക്കണം. അത്രയും നല്ല ടേസ്റ്റിയാണ് കറിയാണ്. അപ്പോൾ ഓക്കെ, ബൈ.